UDF സർക്കാരിനെ പ്രതിരോധത്തിലാക്കി VM സുധീരൻ പരസ്യ നിലപാടുമായി രംഗത്തെത്തി. സംസ്ഥാന സർക്കാരിന്റെ പുതിയ മദ്യനയ പ്രഖ്യാപനത്തെ ചൊല്ലി കനത്ത പോരിലേക്കാണ് കോൺഗ്രസ് നീങ്ങുന്നത്. നേരത്തെ തന്നെ ഈ വിഷയത്തിൽ സമുദായ സംഘടനകളുമായി ഇടഞ്ഞു നിൽക്കുന്ന VD സതീശനെതിരെ ഒടുവിൽ VM സുധീരനും രംഗത്ത് വന്നിരിക്കുകയാണ്. UDFിലും കോൺഗ്രസിനുള്ളിലും മതിയായ ചർച്ചകൾ നടത്താതെയാണ് പുതിയ മദ്യനയം പ്രഖ്യാപിച്ചതെന്ന കടുത്ത വിമർശനമാണ് മുതിർന്ന കോൺഗ്രസ് നേതാവ് ഉന്നയിച്ചിരിക്കുന്നത്. ഫിനാൻസ് ബിൽ പാസ്സാക്കുന്നതിന് മുൻപ് മദ്യവ്യാപനത്തിന് വഴിവെക്കുന്ന ഈ നിർദ്ദേശങ്ങൾ പിൻവലിക്കണമെന്നാണ് സുധീരന്റെ ആവശ്യം. അതേസമയം തന്നെ കടുത്ത അതൃപ്തികൾക്കിടയിൽ വിഷയത്തിൽ അന്തിമ തീരുമാനമെടുക്കാൻ UDF യോഗം ഉടൻ ചേരുമെന്നാണ് വിവരം ലഭിക്കുന്നത്. പുതിയ മദ്യനയം കടുത്ത രാഷ്ട്രീയ വിവാദങ്ങൾക്ക് തിരികൊളുത്തിയിരിക്കുകയാണിപ്പോൾ. മുന്നണിയിലോ പാർട്ടിയിലോ ആവശ്യമായ ആലോചനകൾ നടത്താതെ എടുത്ത തീരുമാനം ഒഴിവാക്കാമായിരുന്നുവെന്ന് VM സുധീരൻ കുറ്റപ്പെടുത്തി. മദ്യവ്യാപനത്തിന് ഒരു കാലത്തും അവസരം നൽകാൻ പാടില്ല. ബജറ്റ് പൂർണ്ണമായി പാസ്സാകുന്നതിന് മുൻപ് ഈ പ്രപ്പോസലുകൾ പിൻവലിക്കണം. ലഹരിക്കെതിരെ ജനങ്ങൾക്ക് നൽകിയ വാഗ്ദാനങ്ങൾ പാലിക്കാൻ സർക്കാർ ബാധ്യസ്ഥരാണ്. നിലവിലെ തീരുമാനങ്ങൾ സർക്കാരിന്റെ വിശ്വാസ്യതയ്ക്ക് മങ്ങലേൽപ്പിച്ചു തുടങ്ങിയ വിമർശനങ്ങളാണ് VM സുധീരൻ ഉന്നയിക്കുന്നത്. കാര്യങ്ങൾ സുതാര്യമായി ജനങ്ങളോട് തുറന്നു പറഞ്ഞ് വിവാദങ്ങളില്ലാതെ മുന്നോട്ട് നീങ്ങേണ്ടിയിരുന്നുവെന്നും സുധീരൻ കൂട്ടിച്ചേർത്തു. VD സതീശൻ പ്രതിപക്ഷ നേതാവായിരുന്നപ്പോൾ LDF സർക്കാരിന്റെ മദ്യനയത്തെ വിമർശിച്ച അതേ നിലപാടിൽ തന്നെ UDF ഇപ്പോഴും ഉറച്ചു നിൽക്കണമെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു. വീര്യം കുറഞ്ഞ മദ്യത്തിന്റെ വിൽപ്പന അനുവദിക്കുന്ന പുതിയ നയത്തോട് UDFിലെ പ്രമുഖ ഘടകകക്ഷികളായ മുസ്ലിം ലീഗിനും കേരള കോൺഗ്രസിനും കടുത്ത വിയോജിപ്പാണുള്ളത്. കോൺഗ്രസിലെ ഒരു വലിയ വിഭാഗം ഇതിനെ അനുകൂലിക്കുന്നില്ല. ഈ പശ്ചാത്തലത്തിലാണ് ബജറ്റിന് പിന്നാലെ ബോർഡ് കോർപ്പറേഷൻ സ്ഥാപനങ്ങൾ വീതം വയ്ക്കാൻ നിശ്ചയിച്ചിരുന്ന യോഗത്തിൽ മദ്യനയവും PM ശ്രീയും പ്രധാന അജണ്ടയായി മാറുന്നത്. വിഷയം വലിയ വിവാദമായതോടെ മദ്യനയത്തിൽ അന്തിമ തീരുമാനം UDFിൽ ചർച്ച ചെയ്ത് കൈക്കൊള്ളുമെന്ന് മുഖ്യമന്ത്രി നിയമസഭയിൽ വ്യക്തമാക്കിയത് രാഷ്ട്രീയ കേന്ദ്രങ്ങളിൽ വലിയ ചർച്ചയായിട്ടുണ്ട്. ഇത് സർക്കാരിന്റെ പിന്നോട്ടു പോക്കായാണ് വിലയിരുത്തപ്പെടുന്നത്. അന്തിമ തീരുമാനം മുന്നണിക്ക് വിട്ട മുഖ്യമന്ത്രിയുടെ നീക്കം U-ടേൺ ആണെന്ന് പ്രതിപക്ഷം കരുതുന്നുമുണ്ട്. എന്നാൽ മുഖ്യമന്ത്രിയുടെ ഈ തന്ത്രപരമായ നിലപാട് LDFിന്റെ രാഷ്ട്രീയ വിജയമായാണ് CPM കണക്കാക്കുന്നത്. മദ്യനയത്തെ ചൊല്ലി ഭരണ പ്രതിപക്ഷ ഭേദമന്യേ രാഷ്ട്രീയ പോര് മുറുകുമ്പോൾ വരും ദിവസങ്ങളിൽ UDF യോഗത്തിൽ എടുക്കുന്ന തീരുമാനം സംസ്ഥാന രാഷ്ട്രീയത്തിൽ നിർണായകമാകുന്നതാണ്. VM സുധീരനെ പോലെയുള്ള മുതിർന്ന കോൺഗ്രസ് നേതാക്കൾ പരസ്യമായി രംഗത്ത് വരുന്നതോടെ സർക്കാർ തിരുത്തൽ നടപടി സ്വീകരിക്കണമെന്ന നിലപാടിലേക്ക് എത്താനുള്ള സമ്മർദ്ദം വർദ്ധിക്കുന്നതാണ്.